അയ്യപ്പധർമ്മത്തിന്റെ വർത്തമാനകാല പ്രസക്തി എന്ന വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിൽ പ്രത്യേക ചർച്ച സംഘടിപ്പിച്ചു. ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ജനം ടി.വി. ചീഫ് മെന്റർ എ. ജയകുമാർ, ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ്.ടി.ആർ. കുമാർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, പ്രശാന്ത് IAS, പന്തളം കൊട്ടാരം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നിരന്തരമായ വെല്ലുവിളികൾ, അവഹേളനങ്ങൾ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹം നേരിടുമ്പോൾ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയുള്ള ചർച്ചയാണ് പന്തളത്ത് നടന്നത്. ഹൈന്ദവധർമ്മം പലവിധ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും ചർച്ചയ്ക്ക് തുടക്കമിട്ട് പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് പറഞ്ഞു. വിശാലമായ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഭീഷണികൾ നേരിടുകയാണ്. ഈ ഭീഷണികളെ ചെറുത്തു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് നമ്മുടെ മനസ്സിൽ നാം ധ്യാനിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് നമ്മളെ പ്രേരിപ്പിക്കാൻ അയ്യപ്പസ്വാമി പ്രേരകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൈന്ദവ ധാർമ്മിക മൂല്യങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നത് പ്രസക്തമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘ് വിശേഷാൽ സമ്പർക്ക് പ്രമുഖ എ. ജയകുമാർ പറയുന്നു. സ്വാഭാവികമായിട്ടും ആധ്യാത്മികതയും നമ്മുടെ ധാർമ്മികതയും അതുപോലെ തന്നെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ആശയങ്ങളും അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ധർമ്മസംരക്ഷണം ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ്.ടി.ആർ. കുമാറിന്റെ വാക്കുകളിൽ ഇങ്ങനെ: തീർച്ചയായിട്ടും ഞാൻ മൊത്തത്തിൽ പറയുന്ന ഇതാണ്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് കാര്യം നോക്കി കഴിഞ്ഞാലും ഭക്തി ധാരാളമുണ്ട്. നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളൊക്കെ വളരെ പുരോഗമിച്ചു. നമ്മളൊക്കെ അത് വളരെ അഹങ്കാരത്തോട് പറയുന്നുണ്ട്. പക്ഷേ ഈ നമ്മളെ ബ്രാഹ്മണ്യം വർദ്ധിച്ചു, ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് കേരളം മാറി. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിനൊരു മാറ്റം വരണം. ക്ഷേത്രതന്ത്രിയുടെ ചുമതലകൾ സംബന്ധിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സൂര്യകാരടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഞാനും ഒരു തന്ത്രിയാണ്. ആ തന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അനവധി ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒരിക്കലും ഒരു രേഖാമൂലമായിട്ടുള്ള എഴുതി കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ടതായിട്ട് ഇത്ര കാലം തോന്നിയിട്ടില്ല. അവിടെ സാമാന്യേന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അഭിപ്രായം ചോദിക്കും, അതിനുള്ള മറുപടി പറയും. ദേവന്റെ അനുജ്ഞയ്ക്കായിട്ട് തന്ത്രി മുഖേന ചോദിക്കുകയാണ്. ജനപദങ്ങളും ഊരാൺമക്കാരും കമ്മിറ്റിക്കാരോ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ചോദിക്കുക എന്നുള്ളതാണ്. അതിന് തന്ത്രിയാണ് അതിനെ പ്രധാനമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തന്ത്രി അനുജ്ഞ നൽകുന്നില്ല. തന്ത്രിയല്ല അനുജ്ഞ നൽകുന്നത്. അതൊരു വളരെ റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനാണ്. ക്ഷേത്രഭരണം ഭക്തർക്ക് അവകാശപ്പെട്ടതാണ്. കേരളം ഒഴികെ എല്ലായിടത്തും ഇങ്ങനെയാണ്. എന്നാൽ കേരളത്തിൽ പുണ്യാഹം എന്താണെന്ന് പോലും അറിയാത്ത രാഷ്ട്രീയക്കാർ ക്ഷേത്രഭരണം കൈയാളുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ഓർമ്മിപ്പിക്കുന്നു. ശ്രീകോവിലിൽ നിന്ന് പ്രാർത്ഥനാനിരതമായി കൊണ്ടുവരുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യജലം അത് സ്വീകരിച്ചതിന് ശേഷം വ്രതാനുഷ്ഠാനപരമായി ആചാരനിഷ്ഠാപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് പകരം കേവലം സാനിറ്റൈസർ കൊണ്ട് കൈ കഴുകുന്നത് പോലെ അതിനെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തിനെ അപ്കീപ്പ് ചെയ്യുന്നതിനോ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനോ അതിൻ്റെ ഗാർഡിയനായിട്ടോ കസ്റ്റോഡിയനായിട്ടോ പ്രവർത്തിക്കുന്നതിന് ധാർമ്മികമായിട്ടുള്ള ഒരവകാശവും അവർക്കിനി അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഭജന സംഘത്തിന് പോലും ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുന്നവർ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന കാലമാണെന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. ഭഗവാന്റെ ദേവിയുടെ ഭജനകൾ ആരാധനാപൂർവം യേശുദാസ് അടക്കമുള്ള നിരവധി ആൾക്കാർ പാടി നമ്മുടെ എല്ലാവരുടെയും ചുണ്ടുകളിൽ, ഓർമ്മയിൽ, മനസ്സിലെല്ലാം തത്തിക്കളിക്കുന്ന ചില ഭജനകളെ ഇന്ന് ആധുനിക ശബ്ദവിന്യാസ രീതികളിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ഭജന സംഘത്തിന് പോലും നിങ്ങൾ ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുകയാണ് എന്ന രീതിയിലേക്കുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ്. അയൽ സംസ്ഥാന ഭക്തർ ശബരിമലയിലെത്തുമ്പോൾ ദുരിതം നേരിടുന്നത് കാണുന്നത് മലയാളി എന്ന നിലയിൽ സ്വയം പുച്ഛം തോന്നുന്ന സാഹചര്യമാണെന്ന് പ്രശാന്ത് IAS പറയുന്നു. നമ്മളുടെ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർമ്മമാണിത്. ഇത്തവണ മല കയറുമ്പോൾ കാല് വയ്യാത്തവർ, കാഴ്ചയില്ലാത്തവർ, ഇത് തീരെ പ്രായമായവർ, അവരൊക്കെ നടന്ന് കയറി വരുന്നത് കാണണം. നമ്മളോട് തന്നെ പുച്ഛം തോന്നും. നമ്മൾ എന്ത് സൗകര്യമാണ് ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. കയറുന്ന മലയിൽ മുഴുവൻ അവിടെ ഒരു മൂത്രപ്പുര പോലും നേരെ ചൊവ്വയില്ല. കയറി ഇറങ്ങുകയും ചെയ്യുമ്പം മൂത്രം മണക്കുക. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ട ദിവസം അയ്യപ്പധർമ്മത്തെ സംബന്ധിച്ച കൃത്യമായ ബോധവൽക്കരണം നൽകുന്നതായി പന്തളത്ത് നടന്ന പ്രത്യേക ചർച്ച. ജനം, പന്തളം.